നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കുരുമുളക് സീസൺ തുടങ്ങിയെങ്കിലും വിൽപ്പനയ്ക്ക് പുതിയ മുളകിൻ്റെ വരവ് പ്രതീക്ഷയ്ക്കൊത്ത് കഴിഞ്ഞ വാരവും എത്തിയില്ല. വിൽപ്പനയ്ക്കെത്തിയ മുളകിൽ പഴയ ഇറക്കുമതി മുളകും കലർത്തിയിരുന്നു. സീസൺ തുടങ്ങിയെങ്കിലും വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറവായിരുന്നു. 198 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി. മുൻവാരത്തെ അപേക്ഷിച്ച് 8 ടൺ കുറവായിരുന്നു. ഡിമാൻഡ് പൊതുവെ കുറവാണ്. നാട്ടിൻപുറങ്ങളിൽ നിന്ന് നേരിട്ട് അയൽ സംസ്ഥാന കച്ചവടക്കാരും സ്വദേശികളായ കച്ചവടക്കാരും വാങ്ങിത്തുടങ്ങിയത് കൊച്ചി ടെർമിനൽ വിപണിയെ ബാധിച്ചു. കുരുമുളക് സംസ്കരിച്ചെടുക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി, കാലടി, പുത്തൻകുരിശ്, കണ്ണമാലി, ആലപ്പുഴ ജില്ലയിലെ അരൂർ മേഖലകളിലേക്കും മാറി. കൊച്ചിയിൽ തൊഴിൽ കൂലി കൂടുതലായതുകൊണ്ടാണ് കുരുമുളകിൻ്റെ സംസ്കരണം വഴിമാറിയതെന്ന് കയറ്റുമതിക്കാർ പറയുന്നു. വൻകിട കയറ്റുമതിക്കാരും അന്തർ സംസ്ഥാന കച്ചവടക്കാരുമാണ് ഇപ്പോൾ കൊച്ചി വിപണിയെ ആശ്രയിക്കുന്നത്. ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഡൽഹി മേഖലകളിലെ കച്ചവടക്കാർ കുറഞ്ഞ നിരക്കിലുള്ള മുളകാണ് ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ കഴിഞ്ഞ വാരം അൺഗാർബിൾഡ് മുളക് കിലോ 698 രൂപ വരെയും വില ഉയർന്നെങ്കിലും കൂടിയ വിലയ്ക്ക് വാങ്ങാൻ ആളില്ലാതെ വന്നതോടെ 1 രൂപ കുറച്ച് 697 വാരാന്ത്യം വ്യാപാരം നിർത്തി. ഗാർബിൾഡ് മുളക് 717 രൂപയും പുതിയ മുളക് 687 രൂപയും. പച്ചക്കുരുമുളക് ഡിമാൻഡ് തുടരുന്നതിനിടെ ഹൈറേഞ്ച് മേഖലകളിലെ കർഷകർ പച്ചക്കുരുമുളക് പറിച്ച് വിൽപ്പന തുടരുകയാണ്. മൂടൽ മഞ്ഞ് മൂലം പച്ചക്കുരുമുളക് ഉണക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. വടക്കേ ഇന്ത്യയിൽ പച്ചക്കുരുമുളകിൻ്റെ അച്ചാറിന് നിലവിൽ നല്ല ഡിമാൻഡാണ്. രൂപയുടെ മൂല്യത്തകർച്ച വിവിധ രാജ്യങ്ങളിൽ കറൻസിയെ ബാധിച്ചത് കയറ്റുമതി നിരക്കിൽ ഇടിവുണ്ടായി. ഇന്ത്യയുടെ കയറ്റുമതി നിരക്കിൽ $100 ഇടിവുണ്ടായി. ഇന്ത്യയുടെ കയറ്റുമതി നിരക്ക് കുരുമുളക് ടണ്ണിന് $7,950, ഇന്തോനേഷ്യ 7,200, ശ്രീലങ്ക 7,000, വിയറ്റ്നാം 6,500, ബ്രസീൽ $6,000. നാളികേര സീസൺ തുടങ്ങിയതോടെ ഡിമാൻഡ് കുറഞ്ഞത് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ കൊപ്ര വിലയിൽ ഇടിവ് തുടർന്നു. വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞെങ്കിലും പ്രാദേശിക മാർക്കറ്റുകളിൽ തോന്നിയ വില നിലനിൽക്കെ വെളിച്ചെണ്ണയേക്കാൾ വില കുറഞ്ഞ മറ്റ് ഭക്ഷ്യ എണ്ണകളിലേക്ക് ഉപയോക്താക്കൾ വഴിമാറിയതാണ് സംസ്ഥാനത്ത് പൊതുവെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞത്. വില കുറഞ്ഞിട്ടും പ്രാദേശിക മാർക്കറ്റുകളിൽ 380 മുതൽ 400 മുകളിലാണ് വില. കൊച്ചിയിലും തൃശ്ശൂരിലും കഴിഞ്ഞ വാരം വെളിച്ചെണ്ണ ലിറ്ററിന് 6 രൂപ വീതവും കോഴിക്കോട് 5 രൂപ വീതവുമാണ് വില കുറഞ്ഞത്. കൊച്ചിയിൽ കൊപ്ര കിലോ 3 രൂപയും തൃശ്ശൂരിൽ 2 രൂപയും കോഴിക്കോട് 6 രൂപയുമാണ് വില കുറഞ്ഞത്. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് 307 രൂപയും തയ്യാർ 302 രൂപ. കൊപ്ര തെളിവ് കിലോ 185 രൂപ. ഓടെ 183 രൂപ. തൃശ്ശൂർ 189 രൂപ. കോഴിക്കോട് 195 രൂപ. കൊച്ചിയിൽ കഴിഞ്ഞ വാരം 30,200 ലിറ്റർ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കെത്തി. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.